Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 12th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about marine pollution, and in this lecture, we are going to discuss about noise pollution. Noise pollution. Noise is undesirable and unwanted sound. Not all sound is noise. Sound is measured in a unit called the decibel. So, noise എന്ന് പറയുന്നത് it is an undesirable and unwanted sound. And എല്ലാ സൗണ്ടും നോയ്സ് അല്ല. സൗണ്ട് മെഷർ ചെയ്യുന്നത് ഡെസിബൽ എന്ന യൂണിറ്റിലാണ്. സൗണ്ട് ഇസ് മെഷേർഡ് ഇൻ എ യൂണിറ്റ് കോൾഡ് ഡെസിബൽ. നെക്സ്റ്റ് ഇസ് ഡെഫിനിഷൻ ഓഫ് നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് the undesirable sound that interferes significantly with the comfort, health or welfare of persons or with the full use or enjoyment of property. So, noise pollution definition ആണ്. Noise pollution may be defined as the undesirable sound. It is an undesirable sound and അത് interfere ചെയ്യുന്നത് with the comfort, health or welfare of persons. പേഴ്സൺസിൻ്റെ കംഫർട്ട്, ഹെൽത്ത് ഓർ വെൽഫെയറുമായിട്ടാണ്, അല്ലെങ്കിൽ വിത്ത് ദ ഫുൾ യൂസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഫുൾ യൂസിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ എൻജോയ്മെൻറ്റിലാണ് നോയ്സ് പൊല്യൂഷൻ ഇൻ്റർഫിയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു അൺഡിസൈറബിൾ സൗണ്ട് നമ്മളുടെ കംഫർട്ടിലേക്ക്, നമ്മുടെ ഹെൽത്തിൽ, നമ്മുടെ വെൽഫെയറിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നു. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഹെൽത്ത് ഇഫക്ട്സും നമ്മുടെ വെൽഫെയറിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റും നമ്മുടെ കംഫർട്ടിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നോയ്സ് പൊല്യൂഷൻ. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ അതിൻ്റെ യൂസിനെ, അതായത് ഒരു സേർട്ടൺ എലമെൻറ്റിൻ്റെ യൂസേജിനെ തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ എൻജോയ്മെൻറ്റിൽ തടസ്സം വരുത്തുന്ന ഒന്നാണ് നോയ്സ് പൊല്യൂഷൻ. Then what are the sources of noise pollution? Several sources contribute to both indoor and outdoor noise pollution. Indoor noise pollutionലും outdoor noise pollutionലും contribute ചെയ്യുന്ന several factors ഉണ്ട്. And they are, first one is outdoor noise pollution കാരണമാകുന്ന sources ആണ് noise emanating from factories, vehicles and playing of loudspeakers during various festivals can contribute to outdoor noise pollution. അപ്പോൾ ഫാക്ടറീസിൽ നിന്നും എമിനേറ്റ് ചെയ്യുന്ന നോയ്സ്, വെഹിക്കിൾസിൻ്റെ നോയ്സ്, ലൗഡ് സ്പീക്കേഴ്സിൻ്റെ വോയിസ്, അത് ഫെസ്റ്റിവൽ ടൈമിൽ വയ്ക്കുന്ന ലൗഡ് സ്പീക്കേഴ്സിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം, ഇതെല്ലാം ഔട്ട്ഡോർ നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നു. ലൗഡ്ലി പ്ലേഡ് വീഡിയോ ഓർ മ്യൂസിക് സിസ്റ്റംസ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഇൻഡോർ നോയ്സ് പൊല്യൂഷൻ. ഇൻഡോർ നോയ്സ് പൊല്യൂഷൻ്റെ റീസൺസ് ആണ് ലൗഡ്ലി പ്ലേഡ് വീഡിയോ ഓർ മ്യൂസിക് സിസ്റ്റംസ് ആൻഡ് മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ്. ഇതിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന നോയ്സ് ഇൻഡോർ നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ? ഇഫക്ട്സ് ഓഫ് നോയ്സ്. ഇഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഓൺ ഫിസിക്കൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്തിൽ നോയ്സ് പൊല്യൂഷൻ്റെ ഇഫക്ട്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ്, TTS. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഡാമേജ് ടു ദ ഇയർ ആൻഡ് ദ ടെമ്പററി ഓർ പെർമനൻറ്റ് ഹിയറിംഗ് ലോസ്. ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇയറിനുണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജ് ആണ്. ആൻഡ് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് ആണ്. കേൾവിശക്തി പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ നഷ്ടപ്പെടുന്നു. പീപ്പിൾ സഫറിങ് ഫ്രം ദിസ് കണ്ടീഷൻ ആർ അൺഏബിൾ ടു ഡിറ്റക്ട് വീക്ക് സൗണ്ട്സ്. ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർക്ക് വീക്ക് സൗണ്ട്സിനെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. ഹിയറിംഗ് എബിലിറ്റി ഈസ് യൂഷ്വലി റിക്കവേർഡ് വിത്തിൻ എ മന്ത് ഓഫ് എക്സ്പോഷർ. അതായത് ടെമ്പററി ആയിട്ടാണ് കേൾവിശക്തി നഷ്ടപ്പെടുന്നത് എങ്കിൽ വിത്തിൻ എ മന്ത് ഓഫ് എക്സ്പോഷർ അത് റിക്കവർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് പെർമനൻറ്റ് ത്രെഷോൾഡ് ഷിഫ്റ്റ്, NIPTS. ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഹിയറിംഗ് എബിലിറ്റി ഫ്രം വിച്ച് ദർ ഇസ് നോ റിക്കവറി. അതായത് ഈ ഒരു അവസ്ഥയിൽ ആയിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കേൾവിശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിക്കവറി പോസിബിൾ അല്ല. ബിലോ എ സൗണ്ട് ലെവൽ ഓഫ് 80 decibel ഹിയറിംഗ് ലോസ് ഡസ് നോട്ട് ഒക്കർ അറ്റ് ഓൾ. അതായത് 80 decibelലും താഴെയാണ് സൗണ്ട് ലെവൽ എങ്കിൽ ഹിയറിംഗ് ലോസ് സംഭവിക്കില്ല. ടെമ്പററി ഇഫക്ട്സ് ആർ നോട്ടീസ്ഡ് അറ്റ് സൗണ്ട് ലെവൽസ് ബിറ്റ്വീൻ 80 and 130 decibel. അതായത് ടെമ്പററി ഇഫക്ട്സ് നോട്ടീസ് ചെയ്യപ്പെടുന്നത് 80 and 130 decibel സൗണ്ട് ലെവലിന് ഇടയിലാണ്.
About 50% of the people exposed to 95 decibel sound levels at work will develop NIPTS. അതായത് 95 ഡെസിബൽ സൗണ്ടിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന 50% ഓഫ് പീപ്പിളിനും ഈ ഒരു അവസ്ഥയുണ്ടാകാം, NIPTS ഉണ്ടാകാം. മോസ്റ്റ് പീപ്പിൾ എക്സ്പോസ്ഡ് ടു മോർ ദാൻ 105 ഡെസിബൽ വിൽ എക്സ്പീരിയൻസ് പെർമനൻറ്റ് ഹിയറിംഗ് ലോസ് ടു സം ഡിഗ്രി. അതായത് 105 ഡെസിബൽ ആ ഒരു സൗണ്ട് ലെവലിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്ക് ടു സം ഡിഗ്രി പെർമനൻറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. ആൻഡ് എ സൗണ്ട് ലെവൽ ഓഫ് 150 dBA or more can physically rupture the human eardrum. അതായത് 150 decibel. It can physically rupture the human eardrum. The balance portion on noise pollution will be discussed in the coming lecture. Thank you.